ഹലോ ഓൾ, വെൽക്കം ടു ദിസ് അക്കാഡമി. എൻ്റെ പേര് ജിതിൻ. RRB NTPC 2025 ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഇയർ, ദാറ്റ് ഈസ് 2026 ഫസ്റ്റ് മന്തുകളിൽ തന്നെ എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് പ്രിപ്പയർ ചെയ്യാനുള്ള റൈറ്റ് ടൈം. ആൻഡ് ഈ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദിശ അക്കാഡമി ഒരു വീഡിയോ സീരീസ് ലോഞ്ച് ചെയ്യുകയാണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ സെഷൻ മിക്സഡ് GK ആണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which of the following articles of the Constitution of India cannot be amended with a simple majority? സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് അമെൻഡ് ചെയ്യാൻ സാധിക്കാത്ത ആർട്ടിക്കിൾസ് ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 2, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 3, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 169 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 21. സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് അമെൻഡ് ചെയ്യാൻ സാധിക്കാത്ത ആർട്ടിക്കിൾ ഇതിലേതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് അമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 21 എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21. ആൻഡ് ഈ ഒരു ആർട്ടിക്കിൾ അമെൻഡ് ചെയ്യണമെങ്കിൽ ആർട്ടിക്കിൾ 368 പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ദാറ്റ് ഈസ് ഇറ്റ് റിക്വയർസ് എ സ്പെഷ്യൽ മെജോറിറ്റി. ആർട്ടിക്കിൾ 368 യൂസ് ചെയ്തിട്ട് ആർട്ടിക്കിൾ 21 അമെൻഡ് ചെയ്യാൻ സാധിക്കൂ. ആൻഡ് ആർട്ടിക്കിൾ 368 പ്രകാരം എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു സ്പെഷ്യൽ മെജോറിറ്റിയുടെ ആവശ്യമുണ്ട് ടു അമെൻഡ് ദി ആർട്ടിക്കിൾ 21. ആൻഡ് അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 21 സ്പെഷ്യൽ മെജോറിറ്റി യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ സാധിക്കൂ? അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കിയുള്ള ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത് പാർലമെന്റിന് ഒരു പവർ കൊടുക്കുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലാത്ത ഒരു സ്റ്റേറ്റിനെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യാനോ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പവർ പാർലമെന്റിന് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 2. ആൻഡ് ആർട്ടിക്കിൾ 2 പ്രകാരമുള്ള അമെൻമെന്റ്സിന് സിമ്പിൾ മെജോറിറ്റി മാത്രമേ ആവശ്യമുള്ളൂ. ആർട്ടിക്കിൾ 2 പ്രകാരമുള്ള അമെൻമെന്റ്സിന് സിമ്പിൾ മെജോറിറ്റി മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ആർട്ടിക്കിൾ 3. സോ ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു സ്റ്റേറ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യാനോ ബൗണ്ടറി ചേഞ്ച് ചെയ്യാനോ ഏരിയ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഒക്കെയുള്ള പവർ പാർലമെന്റിന് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. ആൻഡ് ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള അമെൻമെന്റ്സിനും എന്ത് മാത്രം മതി? സിമ്പിൾ മെജോറിറ്റിയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ആർട്ടിക്കിൾ 3 ആൻഡ് ആർട്ടിക്കിൾ 2 ആൻഡ് ആർട്ടിക്കിൾ 3 യൂസ് ചെയ്തിട്ടുള്ള അമെൻമെന്റ്സിന് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ആൻഡ് ഈ കാര്യം പറയുന്നത് ആർട്ടിക്കിൾ 4ലാണ്. ആർട്ടിക്കിൾ 4ലാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3യും യൂസ് ചെയ്ത് ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള അമെൻമെന്റ്സിന് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 4 ആണ്. ഇനി ആർട്ടിക്കിൾ 169. ആർട്ടിക്കിൾ 169ഉം പാർലമെന്റ് ഒരു പവറിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പാർലമെന്റിന് ഒരു പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ ആണെന്ത്? ആർട്ടിക്കിൾ 369. എന്തിനു വേണ്ടിയിട്ടുള്ള പവർ? ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ക്രിയേറ്റ് ചെയ്യാനോ അബോളിഷ് ചെയ്യാനോ ഉള്ള പവർ. ടു ക്രിയേറ്റ് ഓർ അബോളിഷ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ടു ക്രിയേറ്റ് ഓർ അബോളിഷ് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, അതായത് സെക്കൻഡ് ഹൗസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ടു ക്രിയേറ്റ് ഓർ അബോളിഷ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ് ചെയ്യാനുള്ള പവർ പാർലമെന്റിനായിരിക്കും. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനും എന്ത് കാണാം? 2 ഹൗസസ് കാണാം. അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കാണാം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും കാണാം. ഇനി ഒരു സ്റ്റേറ്റിന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അല്ല ഒരു സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അബോളിഷ് ചെയ്യണമെങ്കിലും അതിനുള്ള പവർ ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാനായിട്ട് പാർലമെന്റിന് ഇങ്ങനെ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാനായിട്ട് എന്ത് മാത്രം മതി? സിമ്പിൾ മെജോറിറ്റിയുടെ മാത്രമേ ആവശ്യമുള്ളൂ. ആർട്ടിക്കിൾ 169 പ്രകാരം ഒരു സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാനോ അബോളിഷ് ചെയ്യാനോ പാർലമെന്റിന് സിമ്പിൾ മെജോറിറ്റിയുടെ മാത്രമേ ആവശ്യം ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On 31st October 1940, who among the following was arrested for offering individual satyagraha to protest against India's forced participation in the Second World War?
സെക്കൻഡ് വേൾഡ് വാറിൽ ഇന്ത്യയുടെ ഫോഴ്സ്ഡ് പാർട്ടിസിപ്പേഷനെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഓഫർ ചെയ്ത ലീഡേഴ്സിൽ ഇവരെ ആരെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി സൈഫുദ്ദീൻ കിസ്ലു ആൻഡ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഓഫർ ചെയ്തതിന്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് 31 ഒക്ടോബർ 1940 അറസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്നുള്ള കോൺസെപ്റ്റ് എടുത്താൽ ഈ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്നുള്ള പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് മഹാത്മാഗാന്ധിയാണ്. The program of individual satyagraha was launched by മഹാത്മാ ഗാന്ധി. മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്നത്. മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്നത്. 1940ലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്നുള്ള പ്രോഗ്രാം മഹാത്മാഗാന്ധി ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെന്റ് റിജക്ട് ചെയ്തതിലും അതുപോലെ തന്നെ വേൾഡ് വാർ 2 ഇന്ത്യൻസിന്റെ പെർമിഷൻ ഇല്ലാതെ ഇന്ത്യ ഫോഴ്സ്ഫുൾ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചതിലുള്ള പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് 1940 മഹാത്മാഗാന്ധി ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് സത്യാഗ്രഹ ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് സത്യാഗ്രഹ ഓഫർ ചെയ്ത് ഫസ്റ്റ് സത്യാഗ്രഹി എന്ന് പറയുന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ വാസ് ഫസ്റ്റ് സത്യാഗ്രഹി. ആചാര്യ വിനോബ ഭാവെയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഇൻഡിവിജ്വൽ സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് സത്യാഗ്രഹ ഓഫർ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ വാസ് ജവഹർലാൽ നെഹ്റു. രണ്ടാമതായിട്ട് ഇൻഡിവിജ്വൽ സത്യാഗ്രഹയുടെ പാർട്ടിസിപ്പന്റ് ആയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു വാസ് എ സെക്കൻഡ് സത്യാഗ്രഹി ടു ഓഫർ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. ആചാര്യ വിനോബ ഭാവെയായിരുന്നു ഇൻഡിവിജ്വൽ സത്യാഗ്രഹയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് എന്ത് ചെയ്തത് സത്യാഗ്രഹ ഓഫർ ചെയ്തത്. അതിനുശേഷം രണ്ടാമത്തെ സത്യാഗ്രഹി ആയിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ആൻഡ് ജവഹർലാൽ നെഹ്റുവിനെയാണ് എന്ത് ചെയ്യുന്നത് 31 ഒക്ടോബർ 1940 ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുന്നത് ഫോർ ഓഫറിംഗ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following types of crops are sown after the end of monsoon season? മൺസൂൺ സീസന്റെ എൻഡിന് ശേഷം സോ ചെയ്യുന്ന ക്രോപ്സ് ഇതിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ആർ സോൺ ആഫ്റ്റർ ദി മൺസൂൺ സീസൺ? ഓപ്ഷൻ എ സെയ്ദ് ക്രോപ്സ്, ഓപ്ഷൻ ബി വൈറ്റൽ ക്രോപ്സ്, ഓപ്ഷൻ സി റാബി ക്രോപ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഖാരിഫ് ക്രോപ്സ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് റാബി ക്രോപ്സ്. റാബി ക്രോപ്സ് ആണ് മൺസൂൺ സീസണിന്റെ അവസാനം എന്ത് ചെയ്യുന്നത് സോൺ ചെയ്യുന്നത്. മൺസൂൺ അവസാനിച്ചതിന് ശേഷം വിത്ത് വിതയ്ക്കുന്ന ടൈപ്പ് ഓഫ് ക്രോപ്സിനാണ് എന്ത് വിളിക്കുന്നത് റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുമ്പോൾ മെയിൻലി 3 ടൈപ്സ് ഓഫ് ക്രോപ്പിംഗ് സീസൺ ആണ് ഇന്ത്യയിലുള്ളത്. ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ക്രോപ്പിംഗ് സീസൺസ് ആണ് ഇന്ത്യയിലുള്ളത്. ഫസ്റ്റ് വൺ ആണ് എന്ത് ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്രോപ്പിംഗ് സീസൺ ഓഫ് ഇന്ത്യ ഈസ് ഖാരിഫ് സീസൺ. ഖാരിഫ് സീസൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എന്താണ് മൺസൂൺ റെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്രോപ്പിംഗ് സീസൺ ആണ്. മൺസൂൺ റെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്രോപ്പിംഗ് സീസൺ ആണ് ഈ ഒരു ഖാരിഫ് സീസൺ എന്ന് പറയുന്നത്. സോ ഖാരിഫ് സീസൺ എന്ന് പറയുന്നത് യൂഷ്വലി ജൂൺ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ ജൂലൈയിലായിരിക്കും എന്ത് ചെയ്യുന്നത് സീസ് സോ ചെയ്യുന്നത്. അതായത് വിത്ത് വിതയ്ക്കുന്നത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലായിരിക്കും. ആൻഡ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ വരെ. അതായത് വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മന്തുകളിലായിരിക്കും. വിത്ത് വിതയ്ക്കുന്നത് മൺസൂണിന്റെ സ്റ്റാർട്ടിങ്ങിൽ ജൂൺ ജൂലൈയിലായിരിക്കും. ആൻഡ് വിളവെടുക്കുന്നത് എന്തായിരിക്കും മൺസൂണിന്റെ എൻഡിലായിരിക്കും, സെപ്റ്റംബർ ഒക്ടോബറിലായിരിക്കും എന്ത് ചെയ്യുന്നത് വിളവെടുക്കുന്നത്. ആൻഡ് ഇതിനകത്തുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സ് ഖാരിഫ് സീസണിൽ ഗ്രോ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ റൈസ് ഉണ്ട്, മെയ്സ് ഉണ്ട്, റൈസ്, മെയ്സ്, കോട്ടൺ, ഷുഗർ കെയിൻ എക്സെട്ര. റൈസ്, മെയ്സ്, കോട്ടൺ, ഷുഗർ കെയിൻ എക്സെട്ര. ഇതൊക്കെയാണ് ഖാരിഫ് സീസണിൽ ഗ്രോ ചെയ്യുന്ന മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സീസൺ ആണെന്ത് റാബി സീസൺ എന്ന് പറയുന്നത്. റാബി സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെ നമ്മൾ വിന്റർ ക്രോപ്സ് എന്ന് വിളിക്കാറുണ്ട്. ബിക്കോസ് റാബി സീസൺ അലൈൻസ് വിത്ത് വിന്റർ സീസൺ. റാബി സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിനെ നമ്മൾ വിന്റർ ക്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് വിന്റർ സീസണിലാണ് എന്ത് ചെയ്യുന്നത് ഈ ക്രോപ്സ് മെയിൻലി ഗ്രോ ചെയ്യിക്കുന്നത്. ആൻഡ് റാബി സീസൺ എന്ന് പറയുമ്പോൾ മൺസൂൺ അവസാനിച്ച് അതായത് ഒക്ടോബർ നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുക്കുന്ന ക്രോപ്സ് ആണെന്ത് ഈ ഒരു റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. സോ റാബി സീസൺ എന്ന് പറയുമ്പോൾ മൺസൂണിന്റെ എൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് വിന്റർ സീസണിന്റെ ടൈമിൽ. സോ ഒരു ഒക്ടോബർ നവംബർ ഓർ ഒക്ടോബർ ഡിസംബർ ടൈം
or October December. So October December ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് മെയ് ജൂൺ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണെന്ത് ഈ ഒരു റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സീസണിൽ ഗ്രോ ചെയ്യുന്ന മെയിൻ ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീറ്റ്, ബാർലി എക്സെട്ര. വീറ്റ്, ബാർലി പോലെയുള്ള ക്രോപ്സ് ആണ് എന്ത് ചെയ്യുന്നത് മെയിൻലി ഈ സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന റാബി ക്രോപ്സ് എന്ന് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ സീസൺ ആണെന്ത് സെയ്ദ് സീസൺ എന്ന് പറയുന്നത്. സോ തേർഡ് ക്രോപ്പിംഗ് സീസൺ ഓഫ് ഇന്ത്യ ഈസ് സെയ്ദ് സീസൺ. സെയ്ദ് സീസൺ എന്ന് പറയുന്നത് ഖാരിഫ് സീസണിന്റെയും റാബി സീസണിന്റെയും ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിലുള്ള ഗ്യാപ്പിൽ ഗ്രോ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു ചില ക്രോപ്സ് ഗ്രോ ചെയ്യുന്നു. അതാണ് സെയ്ദ് സീസൺ എന്ന് പറയുന്നത്. സോ സെയ്ദ് സീസൺ എന്ന് പറയുന്നത് ഖാരിഫ് സീസണിന്റെയും റാബി സീസണിന്റെയും ഇൻ ബിറ്റ്വീൻ ഉള്ള സീസൺ ആണ് സെയ്ദ് സീസൺ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ സമ്മർ മന്ത്സിലാണ് എന്ത് ചെയ്യുന്നത് സെയ്ദ് സീസൺ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സീസണിൽ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആൻഡ് സെയ്ദ് സീസൺ നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് ടു ജൂൺ വരെ ആയിരിക്കും സെയ്ദ് സീസൺ എന്ന് പറയുന്നത്. സോ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ആ ഒരു ടൈം പീരീഡിലായിരിക്കും എന്ത് സെയ്ദ് സീസണിന്റെ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ടൈം പീരീഡിൽ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ് എക്സെട്ര. വാട്ടർമെലൺ, കുക്കുംബർ, വെജിറ്റബിൾസ് അങ്ങനെയുള്ള ക്രോപ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ ഈ ഒരു സെയ്ദ് സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് ഇന്ത്യയിലെ 3 ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 3 ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ. മെയ് ജൂൺ ഏപ്രിൽ ജൂൺ ആണ്. ഏപ്രിൽ ജൂൺ. സോ ഒക്ടോബർ ഡിസംബർ ടു ഏപ്രിൽ ജൂൺ ആണ് റാബി സീസൺ എന്ന് പറയുന്നത്. വിജയദശമിയുടെ ഭാഗമായിട്ട് ദിശ അക്കാഡമി എല്ലാ ഓൺലൈൻ കോഴ്സസിനും SSC, RRB ആൻഡ് ബാങ്ക് എല്ലാ ഓൺലൈൻ കോഴ്സസിനും 20% ഡിസ്കൗണ്ട് ഓഫർ ആപ്ലിക്കബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് സെപ്റ്റംബർ 28 ടു ഒക്ടോബർ 2 വരെ ആയിരിക്കും വാലിഡ് ആയിട്ടുള്ളത്. സെപ്റ്റംബർ 28 ടു ഒക്ടോബർ 2 വരെയുള്ള ടൈം പീരീഡിൽ ദിശ അക്കാഡമിയുടെ ഏത് ഓൺലൈൻ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഫ്ലാറ്റ് 20% ഓഫർ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കൂപ്പൺ കോഡ് എന്ന് പറയുന്നത് വിജയ്20 എന്നുള്ള കൂപ്പൺ കോഡാണ്. ആൻഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് എൻറോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അതിന് എൻറോൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സസിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും ബൈ അവൈലിംഗ് എ 20% ഡിസ്കൗണ്ട്. ആൻഡ് ഫെർദർ ഡീറ്റെയിൽസ്, ഈ ഓഫറിനെ കുറിച്ചുള്ള ഫെർദർ ഡീറ്റെയിൽസോ കോഴ്സസിനെ കുറിച്ചുള്ള ഫെർദർ ഡീറ്റെയിൽസോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 ആൻഡ് 7012615062. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫറിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സസിന്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statements is or are incorrect vis-a-vis features of the Indian Constitution? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, though India has a federal system, the Constitution does not mention the word federation. Second statement, Article 5 of the Constitution says that the Parliament by law can create a new state. Third statement, on the subjects in the Union list, each state legislature can enact laws for the state. Fourth statement, both the Parliament and the state legislature can pass laws on subjects in the concurrent list. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 and 3, ഓപ്ഷൻ ഡി 1 and 4. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. Though India has a federal system, the Constitution does not mention the word federation. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, ഫെഡറേഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും നമുക്ക് ഫെഡറേഷൻ എന്നുള്ള വേർഡ് കാണാനായിട്ട് സാധിക്കില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1 എടുത്തു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 1 പറയുന്ന ഇതാണ്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത് ആർട്ടിക്കിൾ 1 പറയുന്നത്. ആർട്ടിക്കിൾ 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ഫെഡറേഷൻ എന്നുള്ള വേർഡ് എന്ത് ചെയ്തിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, ആർട്ടിക്കിൾ 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദ പാർലമെന്റ് ബൈ ലോ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ സ്റ്റേറ്റ്. ആൻഡ് ആർട്ടിക്കിൾ 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സേസ് ദാറ്റ് ദ പാർലമെന്റ് ബൈ ലോ ക്യാൻ ക്രിയേറ്റ് എ ന്യൂ സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്.
പാർലമെന്റ് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാർലമെന്റിന് പവർ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പുതിയൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത് പാർലമെന്റ് പവർ കൊടുക്കുന്നത്. ആർട്ടിക്കിൾ 5 അല്ല. ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്യുമ്പോൾ, അതായത് 26 ജനുവരി 1950 കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്യുമ്പോൾ ആരൊക്കെയായിരുന്നു ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറയുന്നതാണെന്ത്, ആരൊക്കെയായിരുന്നു സിറ്റിസൺസ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സിറ്റിസൺഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് 26 ജനുവരി 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്യുമ്പോൾ ആരൊക്കെയായിരുന്നു സിറ്റിസൺഷിപ്പിന് എലിജിബിൾ എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ 5 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 3 ആണ് എന്ത് ചെയ്യുന്നത് പാർലമെന്റിന് പവർ കൊടുക്കുന്നത് ടു ക്രിയേറ്റ് ന്യൂ സ്റ്റേറ്റ്, പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പാർലമെന്റിന് പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ 3 ആണ്, ആർട്ടിക്കിൾ 5 അല്ല. ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് 26 ജനുവരി 1950 ആർക്കൊക്കെ സിറ്റിസൺഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഓൺ ദ സബ്ജക്ട്സ് ഇൻ ദ യൂണിയൻ ലിസ്റ്റ് each state legislature can enact laws for the state. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ലോസ് മേക്ക് ചെയ്യാൻ സാധിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിൽ മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കൂ, ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. യൂണിയൻ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ് എന്തിനുള്ള പവർ, ലോസ് മേക്ക് ചെയ്യാനുള്ള പവർ. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? Both the parliament and the state legislature can pass laws on subjects mentioned in the concurrent list. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ബിക്കോസ് കൺകറന്റ് ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന സബ്ജക്ട്സിൽ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ലോസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അവർ മേക്ക് ചെയ്യുന്ന ലോസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ലോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രിവെയിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 and 3. ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെക്കൻഡും തേർഡും ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി 2 and 3. Next question. Which of the following was the last dynasty of the Vijayanagara Empire? വിജയനഗര എംപയറിലെ ലാസ്റ്റ് ഡൈനാസ്റ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തുലുവ ഡൈനാസ്റ്റി, ഓപ്ഷൻ ബി സലുവ ഡൈനാസ്റ്റി, ഓപ്ഷൻ സി അരവിദു ഡൈനാസ്റ്റി ആൻഡ് ഓപ്ഷൻ ഡി സംഗം ഡൈനാസ്റ്റി. ഇതിൽ ഏതാണ് വിജയനഗര എംപയറിലെ ലാസ്റ്റ് ഡൈനാസ്റ്റി എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അരവിദു ഡൈനാസ്റ്റിയാണ്. അരവിദു ഡൈനാസ്റ്റിയാണ് വിജയനഗര എംപയറിലെ ലാസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് when it comes to വിജയനഗര എംപയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സദേൺ ഇന്ത്യയിലെ, സൗത്ത് ഇന്ത്യയിലെ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള, മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എംപയർ ആയിരുന്നു വിജയനഗര എംപയർ എന്ന് പറയുന്നത്. ആൻഡ് വിജയനഗര എംപയർ എന്ന് പറയുന്നത് 1336 AD വിജയനഗര എംപയർ എന്ത് ചെയ്യുന്നത്, ഫൗണ്ട് ചെയ്യുന്നത്. ആൻഡ് വിജയനഗര എംപയർ ആരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിഹര ആൻഡ് ബുക്കരായ ഫസ്റ്റ് ആണ് വിജയനഗര എംപയറിന്റെ ഫൗണ്ടേഷൻ നടത്തുന്നത്. ഹരിഹര ആൻഡ് ബുക്കരായ ഫസ്റ്റ് ആണ് വിജയനഗര എംപയറിന്റെ ഫൗണ്ടേഷൻ നടത്തുന്നത് ഇൻ 1336 AD. ആൻഡ് ഈ ഹരിഹര ആൻഡ് ബുക്കരായ എന്ന് പറയുന്നത് സംഗമ ഡൈനാസ്റ്റിയിലെ മെമ്പേഴ്സ് ആയിരുന്നു. ആൻഡ് സംഗമ ഡൈനാസ്റ്റിയിൽ ഉൾപ്പെട്ടവരായിരുന്നു ഈ ഒരു ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്നത്. സംഗമ ഡൈനാസ്റ്റി ഓഫ് വിജയനഗര എംപയറിൽ ഇൻവോൾവ് ആയിരുന്ന ആൾക്കാരാണ് ഈ ഒരു ഹരിഹര ആൻഡ് ബുക്കരായ എന്ന് പറയുന്നത്. സോ സംഗമ ഡൈനാസ്റ്റിയാണ് വിജയനഗര എംപയർ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് സംഗമ ഡൈനാസ്റ്റിയിലുള്ള ഹരിഹര ആൻഡ് ബുക്കരായ ഫസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, വിജയനഗര എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇൻ ദ ഇയർ 1336 AD. ആൻഡ് സോ വിജയനഗര എംപയറിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സംഗമ ഡൈനാസ്റ്റിയാണ്. സോ ദ ഫസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് വിജയനഗര എംപയർ വാസ് സംഗമ ഡൈനാസ്റ്റി ആയിരുന്നു ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് സംഗമ ഡൈനാസ്റ്റി വാസ് ഫോളോഡ് ബൈ സലുവ ഡൈനാസ്റ്റി. സംഗമ ഡൈനാസ്റ്റിയെ ഫോളോ ചെയ്ത് വന്ന ഡൈനാസ്റ്റിയാണ് സലുവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് സലുവ ഡൈനാസ്റ്റിയെ ഫോളോ ചെയ്ത് വന്ന ഡൈനാസ്റ്റിയാണ് തുലുവ ഡൈനാസ്റ്റി. സലുവ ഡൈനാസ്റ്റി വാസ് ഫോളോഡ് ബൈ തുലുവ ഡൈനാസ്റ്റി. ആൻഡ് തുലുവ ഡൈനാസ്റ്റിക്ക് ശേഷം ഏറ്റവും ലാസ്റ്റ് ഡൈനാസ്റ്റി ആയിരുന്നു അരവിദു ഡൈനാസ്റ്റി.
വിജയനഗര എംപയറിലെ ഏറ്റവും ലാസ്റ്റ് ഡൈനാസ്റ്റി ആയിരുന്നു അരവിദു ഡൈനാസ്റ്റി. ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് സംഗമ ഡൈനാസ്റ്റി ആയിരുന്നു, ഫോളോഡ് ബൈ സലുവ ഡൈനാസ്റ്റി, ഫോളോഡ് ബൈ തുലുവ ഡൈനാസ്റ്റി, ആൻഡ് ദ ലാസ്റ്റ് ഡൈനാസ്റ്റി ഓഫ് വിജയനഗര എംപയർ വാസ് അരവിദു ഡൈനാസ്റ്റി. അരവിദു ഡൈനാസ്റ്റി ആയിരുന്നു വിജയനഗര എംപയറിലെ ഏറ്റവും അവസാനത്തെ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് വിജയനഗര എംപയറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു കൃഷ്ണദേവരായ. കൃഷ്ണദേവരായ എന്ന് പറയുന്നത് ഈ ഒരു തുലുവ ഡൈനാസ്റ്റിയിൽ ബിലോങ് ചെയ്തിരുന്ന ഒരാളായിരുന്നു കൃഷ്ണദേവരായ. കൃഷ്ണദേവരായ ആയിരുന്നു വിജയനഗര എംപയറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു റൂളർ എന്ന് പറയുന്നത്. ആൻഡ് കൃഷ്ണദേവരായ ബിലോങ് ടു ദി തുലുവ ഡൈനാസ്റ്റി. ആൻഡ് വിജയനഗര എംപയറിലെ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്റിൽ ഓഫ് തളിക്കോട്ട വെച്ചിട്ടാണ്. ബാറ്റിൽ ഓഫ് തളിക്കോട്ടയിൽ വെച്ചിട്ടാണ് വിജയനഗര എംപയറിന്റെ ഡിക്ലൈൻ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ദി ഡിക്ലൈൻ ഓഫ് വിജയനഗര എംപയർ ബിഗെയിൻ ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് തളിക്കോട്ട. 1565 എന്ത് ചെയ്യുന്നത്, ബാറ്റിൽ ഓഫ് തളിക്കോട്ട ഫോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ 1565 നടന്ന ബാറ്റിൽ ഓഫ് തളിക്കോട്ടയ്ക്ക് ശേഷമാണ് വിജയനഗര എംപയറിന്റെ ഡിക്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Next question. Which of the following is the correct formula for calculating NNP? Net National Product. NNP calculate ചെയ്യുന്നതിന്റെ correct formula എന്താണെന്നാണ് question. Option A, NNP is equal to GNP minus depreciation. Option B, NNP is equal to GDP minus income. Option C, NNP is equal to GDP minus depreciation. Option D, NNP is equal to GNP plus depreciation. Net National Product calculate ചെയ്യുന്നതിന്റെ correct formula എന്താണെന്നാണ് question ചോദിച്ചിരിക്കുന്നത്. So the answer is NNP is equal to GNP minus depreciation. Net National Product കിട്ടണമെന്നുണ്ടെങ്കിൽ GNP യിൽ നിന്ന് depreciation subtract ചെയ്താൽ മതി. ആൻഡ് ഒരു ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചുകൊള്ളുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ഗ്രോസ് എന്നുള്ള ഒരു ടേം കണ്ടു, ദാറ്റ് ഈസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിനകത്ത് ഗ്രോസ് എന്നുള്ളൊരു ടേം ഉണ്ട്. ഗ്രോസ് എന്നുള്ളൊരു ടേം കണ്ടു. ആൻഡ് ആ ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് ആയിരിക്കും. നെറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഗ്രോസ് ഉണ്ട്, ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP കിട്ടും. ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ത്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്നാണ് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുക. GDP യിൽ നിന്നാണ് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. സോ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരിക്കും. ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് ആയിരിക്കും കിട്ടുന്നത്. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. സോ ഇതാണ് ഷോർട്ട് കട്ട്, ഓർത്ത് വെച്ചേക്കുക. ഗ്രോസിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചു കഴിഞ്ഞാൽ നെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. Next question. The intense rainfall on the western side of the Western Ghats is due to which type of rainfall mechanism? Western Ghats in the western side കിട്ടുന്ന intense rainfall ഏത് type of rainfall mechanism മൂലമാണ്? Option A, convectional rainfall. Option B, cyclonic rainfall. Option C, orographic rainfall. And option D, frontal rainfall. വെസ്റ്റേൺ ഗാട്ട്സിന്റെ വെസ്റ്റേൺ സൈഡിൽ ഇന്റൻസ് റെയിൻഫോൾ കിട്ടുന്നത് ഏത് ടൈപ്പ് ഓഫ് റെയിൻഫോൾ മൂലമാണ്? സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. ഓറോഗ്രാഫിക് റെയിൻഫോൾ മൂലമാണ് വെസ്റ്റേൺ ഗാട്ട്സിന്റെ വെസ്റ്റേൺ സൈഡിൽ എന്ത് ചെയ്യുന്നത്, ഇന്റൻസ് റെയിൻഫോൾ കിട്ടുന്നത്. ഇനി എന്താണ് ഈ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മൗണ്ടൻ റേഞ്ച് വോം മോയിസ്റ്റ് എയർ, വോമും അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് ഉള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ, വാം മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ട്രാവൽ ചെയ്യുന്ന വഴി ഏതെങ്കിലും ഒരു മൗണ്ടൻ റേഞ്ചിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ മൗണ്ടൻ റേഞ്ച് എന്ത് ചെയ്യും, ഈ വാം മോയിസ്റ്റ് എയറിനെ മുകളിലേക്ക് റൈസ് ചെയ്യിക്കും. ഒരു വാം മോയിസ്റ്റ് എയർ ഒരു മൗണ്ടൻ റേഞ്ചുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാം മോയിസ്റ്റ് എയർ എന്ത് ചെയ്യും, റൈസ് ചെയ്യും, മുകളിലേക്ക് റൈസ് ചെയ്യും. സോ മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ ഈ ഒരു എയർ എന്ത് ചെയ്യും, കൂൾ ഡൗൺ ചെയ്യും. കൂൾ ഡൗൺ ചെയ്ത് കണ്ടൻസേഷൻ, കണ്ടൻസേഷനിലേക്ക് പോകും. ആൻഡ് കണ്ടൻസേഷന് ശേഷം എന്ത് ചെയ്യുന്നു,
ക്ലൗഡ് ഫോർമേഷൻ. സോ കണ്ടൻസേഷൻ, വാം മോയ്സ്ചർ മുകളിലേക്ക് റൈസ് ചെയ്യുന്നു, കണ്ടൻസേഷൻ നടക്കുന്നു, ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ക്ലൗഡ് ഫോർമേഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? റെയിൻഫോൾ ഒക്കർ ചെയ്യും. സോ റെയിൻഫോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് റെയിൻഫോളിനെയാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. വോം ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ മാസ് ഒരു മൗണ്ടൻ റേഞ്ചിനെ ഫേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ റേഞ്ചിന്റെ അടുത്ത് എത്തുമ്പോൾ, ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ വാം ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും? മുകളിലേക്ക് റൈസ് ചെയ്യും. മുകളിലേക്ക് റൈസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ഇത് കൂൾ ഡൗൺ ചെയ്യപ്പെടും. ആൻഡ് ആസ് എ റിസൾട്ട് കണ്ടൻസേഷൻ നടക്കും. ആൻഡ് കണ്ടൻസേഷൻ മൂലം ക്ലൗഡ് ഫോർമേഷൻ നടക്കും. ആൻഡ് ക്ലൗഡ് ഫോർമേഷന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? റെയിൻഫോൾ ഒക്കർ ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് റെയിൻഫോളിനെ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. ആൻഡ് വെസ്റ്റേൺ ഗാഡ്സിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറേബ്യൻ സീയിൽ നിന്ന്, വെസ്റ്റേൺ ഗാഡ്സിന്റെ വെസ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? അറേബ്യൻ സീ ആണുള്ളത്. സോ വെസ്റ്റേൺ ഗാഡ്സ് എന്നുള്ള വാം ആൻഡ് മോയിസ്റ്റ് എയർ വെസ്റ്റേൺ ഗാഡ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് റൈസ് ചെയ്യപ്പെടുന്നു. മുകളിലേക്ക് റൈസ് ചെയ്യുമ്പോൾ കൂൾ ഡൗൺ ചെയ്യപ്പെടും, കണ്ടൻസേഷൻ പ്രോസസ്സിലേക്ക് പോകും. ആൻഡ് ക്ലൗഡ് ഫോർമേഷൻ നടക്കും. ആൻഡ് ക്ലൗഡ് ഫോർമേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? റെയിൻഫോൾ സംഭവിക്കും. ഇതാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. വെസ്റ്റേൺ ഗാഡ്സിന്റെ വെസ്റ്റേൺ സൈഡിൽ ഇന്റൻസ് റെയിൻഫോൾ കിട്ടുന്നത് ഈ ഒരു ഓറോഗ്രാഫിക് റെയിൻഫോൾ മൂലമാണ്. ആൻഡ് ഈ ഒരു സൈഡിനെ, ഈ റെയിൻഫോൾ കിട്ടുന്ന സൈഡിനെ വിളിക്കുന്ന പേരാണ് വിൻവേർഡ് സൈഡ്. റെയിൻഫോൾ കിട്ടുന്ന ഈ ഒരു സൈഡിനെ വിളിക്കുന്ന പേരാണ് വിൻവേർഡ് സൈഡ്. ആൻഡ് അതിനുശേഷം ഈ ഒരു സൈഡിലേക്ക് എത്തുമ്പോൾ എയർ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് താഴേക്ക് ഡിസെൻഡ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് വാം ആയിട്ട് മാറുന്നുണ്ട്. സോ ഈ ഒരു റീജിയനിൽ എന്ത് കിട്ടില്ല? റെയിൻഫോൾ കിട്ടുന്നില്ല. ആൻഡ് ഈ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ. ഓറോഗ്രാഫിക് റെയിൻഫോളിന്റെ കേസിൽ റെയിൻഫോൾ കിട്ടുന്ന ആ ഒരു സൈഡിനെ നമ്മൾ വിൻവേർഡ് സൈഡ് എന്നായിരിക്കും വിളിക്കുന്നത്. ആൻഡ് റെയിൻഫോൾ കിട്ടാത്ത ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്നായിരിക്കും വിളിക്കുന്നത്, ഓർ ലീവേർഡ് സൈഡ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ ലീവേർഡ് സൈഡ് എന്ന് വിളിക്കും. ആൻഡ് ഇവിടെ എന്ത് കിട്ടുന്നില്ല? റെയിൻഫോൾ കിട്ടുന്നില്ല. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് റെയിൻ ഷാഡോ റീജിയൻ. ഓറോഗ്രാഫിക് റെയിൻഫോളിന്റെ റെയിൻഫോൾ കിട്ടാത്ത ഓപ്പോസിറ്റ് സൈഡിനെ ലീവേർഡ് സൈഡ് എന്നാണ് വിളിക്കുന്നത്. ലീവേർഡ് സൈഡിൽ റെയിൻഫോൾ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റീജിയൻ എന്ത് ചെയ്യും? റെയിൻ ഷാഡോ റീജിയൻ എന്നാണ് പോപ്പുലർലി വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, certiorari comes under the dash. Certiorari comes under the dash. Option A, right against exploitation. Option B, right to religious freedom. Option C, right to constitutional remedies. And option D, right to equality. Certiorari ഈ റൈറ്റുകളിൽ ഏത് റൈറ്റിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. So correct answer is right to constitutional remedies. Right to constitutional remedies in അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? certiorari വരുന്നത്. And right to constitutional remedies എന്ന് പറയുന്നത് Article 32 of the Constitution ആണ്. Article 32 of the Constitution deals with right to constitutional remedies. Right to constitutional remedies നെ കുറിച്ച് ഡീൽ ചെയ്യുന്ന Article 32 of the Constitution ആണ്. Article 32 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ Article 32 പ്രകാരം സുപ്രീം കോർട്ടിന് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഷുറൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 ടൈപ്പ് ഓഫ് റിറ്റ്സ് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അണ്ടർ Article 32 സുപ്രീം കോർട്ടിന് 5 ടൈപ്പ് ഓഫ് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഈ 5 റിറ്റുകളിൽ ഒരു റിറ്റ് ആണെന്ത്? certiorari എന്ന് പറയുന്നത്. ഇനി 5 റിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഹേബിയസ് കോർപ്പസ്. ദ സെക്കൻഡ് വൺ ഈസ് മാൻഡമസ്. രണ്ടാമത്തെ റിറ്റ് എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. സെക്കൻഡ് വൺ ഈസ് മാൻഡമസ്. തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ആണ്. തേർഡ് വൺ ഈസ് പ്രൊഹിബിഷൻ. ഫോർത്ത് വൺ ഈസ് certiorari. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് quo warranto. ഈ 5 റിറ്റ്സ് ആണ് Article 32 പ്രകാരം സുപ്രീം കോർട്ടിന് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ Article 32. അതുപോലെ തന്നെ ഹൈക്കോർട്സിനും എന്ത് ചെയ്യാൻ സാധിക്കും? റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ Article 226. Article 226 പ്രകാരം ഹൈക്കോർട്സിനും എന്ത് ചെയ്യാൻ സാധിക്കും? റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടും മറ്റ് റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ടും ഹൈക്കോർട്ടിന് Article 226 പ്രകാരം റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സുപ്രീം കോർട്ടിന് Article 32 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ? റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കൂ. 5 റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. സെക്കൻഡ് വൺ മാൻഡമസ്. തേർഡ് വൺ പ്രൊഹിബിഷൻ. ഫോർത്ത് വൺ certiorari. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് quo warranto.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? 5-year പ്ലാൻസിനെ കുറിച്ചുള്ള 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. First statement, the first 5-year plan was based on the PC Mahalanobis model. Second, the first 5-year plan laid emphasis on agriculture development. Third, the 5-year planning model in India was borrowed from Russia. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ only 1 and 2, ഓപ്ഷൻ ബി only 2 and 3, ഓപ്ഷൻ സി only 1 and 3, ഓപ്ഷൻ ഡി all of the above. ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നോക്കാം. The first 5-year plan was based on the PC Mahalanobis model. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് ഫസ്റ്റ് 5-year plan എന്ന് പറയുന്നത് PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, മറിച്ച് ഹാരോഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ്. The first 5-year plan was based on ഹാരോഡ് ഡോമർ മോഡൽ. ഹാരോഡ് ഡോമർ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണെന്ത് ഫസ്റ്റ് 5-year plan എന്ന് പറയുന്നത്. PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ അല്ല. PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള 5-year plan എന്ന് പറയുന്നത് സെക്കൻഡ് 5-year plan ആണ്. സെക്കൻഡ് 5-year plan ആണ് PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് 5-year plan was based on ഹാരോഡ് ഡോമർ മോഡൽ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the first 5-year plan laid emphasis on agriculture development. ഫസ്റ്റ് 5-year plan ഫോക്കസ് ചെയ്ത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. സോ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആയിരുന്നു ഫസ്റ്റ് 5-year പ്ലാന്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് 5-year plan ഫോക്കസ്ഡ് ഓൺ ദി അഗ്രികൾച്ചർ സെക്ടർ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? The 5-year planning model in India was borrowed from Russia. ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് ഓർ 5-year പ്ലാൻസിന്റെ കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് only 2 and 3. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഈ സെക്കൻഡ് 5-year plan എന്ന് പറയുന്നത് PC Mahalanobis മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള 5-year plan ആയിരുന്നു. ആൻഡ് സെക്കൻഡ് 5-year plan ഫോക്കസ് ചെയ്തത് ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ്. ദ സെക്കൻഡ് 5-year plan ഫോക്കസ്ഡ് ഓൺ ദി ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിലാണ് എന്ത് ചെയ്തത്? സെക്കൻഡ് 5-year plan ഫോക്കസ് ചെയ്ത്, or it focused on industrialization. Industrialization ആണ് സെക്കൻഡ് 5-year plan എന്ത് ചെയ്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത്. ആൻഡ് സെക്കൻഡ് 5-year പ്ലാന്റെ സെക്കൻഡ് 5-year പ്ലാന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 3 സ്റ്റീൽ പ്ലാന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെക്കൻഡ് 5-year പ്ലാന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻ കൊളാബറേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിന്റെ ഹെൽപ്പോട് കൂടി സെക്കൻഡ് 5-year പ്ലാൻ അണ്ടറിൽ ഇന്ത്യയിൽ 3 മേജർ സ്റ്റീൽ പ്ലാന്റ്സ് എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ബിലായ് സ്റ്റീൽ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യുന്നത് സോവിയറ്റ് യൂണിയന്റെ ഹെൽപ്പോട് കൂടിയാണ്. റഷ്യയുടെ ഓർ സോവിയറ്റ് യൂണിയന്റെ ഹെൽപ്പോട് കൂടിയാണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് വൺ ഈസ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഹെൽപ്പോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ആണെന്ത്? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് റൂർക്കേല ഈ ഒരു സ്റ്റീൽ പ്ലാന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് വെസ്റ്റ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടിയാണ്. വെസ്റ്റ് ജർമ്മനിയുടെ ഹെൽപ്പോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട സ്റ്റീൽ പ്ലാന്റ് ആണ് റൂർക്കേലയിലെ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് സെക്കൻഡ് 5-year പ്ലാനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്റ്റുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഓപ്ഷൻ എ, procedure established by law, Japan. Option B, concurrent list, Australia. Option C, rule of law, Britain. Option D, function of the president, France. ഇതിൽ ഏതാണ് ഇൻകറക്ട്ലി മാച്ച്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫംഗ്ഷൻ ഓഫ് ദി പ്രസിഡന്റ്. ഫ്രാൻസിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഫീച്ചർ അല്ലെന്ത്? ഫംഗ്ഷൻ ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം എന്താണ്? കറക്ട്ലി മാച്ച്ഡ് ആണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാനിൽ നിന്നാണ്, വിച്ച് ഈസ് കറക്റ്റ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്, വിച്ച് ഈസ് കറക്റ്റ്. റൂൾ ഓഫ് ലോ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്, വിച്ച് ഈസ് ഓൾസോ കറക്റ്റ്. ആൻഡ് ഈ റൂൾ ഓഫ് ലോ പ്രപ്പോണ്ട് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് AY ഡൈസി.
ബ്രിട്ടീഷ് ജൂറിസ്റ്റ് ആയിട്ടുള്ള A.Y. ഡൈസി ആണ് റൂൾ ഓഫ് ലോ എന്നുള്ള കോൺസെപ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫ്രാൻസിൽ നിന്ന് ഓർ ഫ്രഞ്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പബ്ലിക് എന്നുള്ള ഫീച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഫ്രഞ്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഐഡിയൽ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഐഡിയൽ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, ഈ 3 ഐഡിയൽസും നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഐഡിയൽ ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഇൻ ദി പ്രിയാമ്പിൾ. പ്രിയാമ്പിളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഐഡിയൽസ് ആയിട്ടുള്ള ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 കാര്യങ്ങളും നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത്, ഈ 3 ഐഡിയൽസും നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പബ്ലിക് എന്നുള്ള ഫീച്ചർ ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അഡോപ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഐഡിയൽസ് ആയിട്ടുള്ള ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 ഐഡിയൽസും പ്രിയാമ്പിളിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.